ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മുട്ടപ്പുളി വെക്കാനാണ് പോണത്. പാലക്കാടൻ സ്റ്റൈലിൽ മുട്ടപ്പുളി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണേ നോക്കാം. ആദ്യം ചട്ടി ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ വെന്തയ്ക്കം, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. അത് നന്നായി പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് 1.5 പിടി ചെറിയുള്ളി നമുക്കൊന്ന് 2ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വാടി വരണേ, നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾക്കൊരു 2 തക്കാളി, വലിയ സൈസ് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 പിടി പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 മുടി തേങ്ങയാണ് അരച്ച് വെച്ചിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവർ തിക്കും അല്ല, ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിൽ ഒരു പാകത്തിനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചാറൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിം ചെയ്തിട്ട് നമ്മൾക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് ഇടുന്നത് കേട്ടോ. സ്ലോ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ സ്പീഡ് ഇളക്കിയെന്ന് വെച്ചാൽ അത് എന്താ പറയുക, പൊടിയായിട്ടായിരിക്കും നിൽക്കുക. അപ്പം കുറച്ച് പീസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, പീസായിട്ട് വന്നിരിക്കണമുണ്ടോ? വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിൽ മുട്ടപ്പുളി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.